കേരളത്തിലെ കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്ത ജനങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ ഏറ്റവും അവസാനം ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം ഒരു 10 വർഷത്തെ കേരളത്തിന്റെ ഒരു മുഖച്ഛായ മാറ്റിമറിക്കുമൊക്കെ നേരത്തെ നിരവധി തവണ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അധികാരം കിട്ടിയാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടു കൂടിയാണ് സതീശനെ കേരളം നോക്കിക്കാണുന്നത്. ആ പ്രതീക്ഷയ്ക്ക് തുയരാൻ അദ്ദേഹത്തിന് കഴിയുമോ? കഴിയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ VS വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളൊക്കെ VS-നെ ഇന്ന് സപ്പോർട്ട് ചെയ്തത്. തീർച്ചയായും പാർട്ടി VS-ന് കൂച്ചുവിലം കിട്ടും, ഉറപ്പായിട്ടും അറിയാം. കാരണം VS-ന് വേണ്ടി അന്ന് ഏതാണ്ട് സമാനമാണ് സാഹചര്യം എന്ന് ഞാൻ കരുതുന്നു. VS-ന് സ്ഥാനാർത്ഥിത്വമാണെങ്കിൽ ഇപ്പോൾ ഇത് മുഖ്യമന്ത്രി പദമാണ്, അത്ര വ്യത്യാസമുള്ളൂ. അത് കോൺഗ്രസ് ആണ്, മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നുള്ള വ്യത്യാസം. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനാർത്ഥിത്വം വന്നാൽ പിന്നെ സീറ്റ് കൊടുത്തേ പറ്റും. കാരണം VS അതിൽ സീനിയർ ലീഡറാണ്. അപ്പോൾ VS മുഖ്യമന്ത്രി ആവരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് VS-ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നത്. അന്ന് ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുകയും പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനമാണ്, ഇനി അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റുകയും ചെയ്തു. 2006 അന്ന് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളാണ് ജനങ്ങൾ പാർട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കുക, അന്നത്തെ ഒരു ആർട്ടിക്കിൾ. അത് വെച്ച് ചർച്ചയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 2026 വരും, 20 വർഷം കഴിഞ്ഞു. വീണ്ടും ഏതാണ്ട് അതേപോലെ. കാരണം ജനങ്ങൾ ഒരു ഗവൺമെന്റിനെ കൊണ്ട് മടുത്തിരിക്കും. അന്നുണ്ടായത് അതാണ്. AK ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരായി വലിയ ആരോപണം വരികയും ഒരുപാട് ജനകീയ സമരങ്ങൾ വരികയും ഒക്കെ ചെയ്തു. ആ സമരങ്ങളുടെ ഒക്കെ നായകത്തിൽ നിന്ന ആള് VS ആണ്. പക്ഷെ VS-ന് സീറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആണ് അന്ന് പ്രതിരോധം ഉണ്ടായതെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായി 2021 ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് കോൺഗ്രസിനെ UDF-നെ ഒരുമിച്ച് കൊണ്ടുപോയി ഒരുപാട് സാമൂഹ്യ വിഭാഗങ്ങളുടെ പിന്തുണ നേടാൻ കഴിഞ്ഞു. അങ്ങനെ പിണറായി വിജയനെതിരായ വികാരത്തിൻ്റെ കേന്ദ്ര മുനമ്പ് അല്ലെങ്കിൽ ആ തുമ്പായി നിൽക്കാൻ സതീശന് കഴിയുന്നു, ജയിക്കുന്നു. സ്വാഭാവികമായും ജനങ്ങൾ സതീശനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഒരു 2-3 കാര്യങ്ങളുണ്ടായി. ഒന്ന്, പിണറായി വിരുദ്ധത മാത്രമല്ല സതീശൻ്റെ ക്രെഡൻഷ്യൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലെ യുവാക്കളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർ ജനിച്ചത് ഇപ്പോഴാണ്. VS ഒരിക്കൽ ചെയ്തിരുന്നു. അത് VS-ൽ യുവജനങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള വന്ന നേതാക്കളിലൊന്നും ഒരു പ്രതീക്ഷ ആളുകൾക്ക് ഉണ്ടായില്ല. നേരെ മറിച്ച് പാർട്ടിയുടെ സ്ട്രക്ചർ അനുസരിച്ച് അതെന്നും അതാണ്. പാർട്ടി ഘടനയിൽ VS-ന് ഒരു പിന്തുണയില്ല. പാർട്ടി MLA-മാരുടെ പിന്തുണ VS-നില്ല. നമ്മളത് പിന്നെ കണ്ടതാണ്. പാർട്ടിയുടെ സ്ട്രക്ചറിലില്ല. എന്നിട്ടും VS-നെ എടുക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതേ കാര്യമാണ് ഇവിടെ. ഇവിടെ കൂടുതൽ MLA-മാർ ഞങ്ങളുടെയാണ്, കൂടുതൽ പാർട്ടി നേതാക്കൾ ഞങ്ങളുടെ കൂടെയാണ്, MP-മാർ ഞങ്ങളുടെ കൂടെയാണ്. ഇതൊക്കെയായിരുന്നല്ലോ ക്ലെയിം. പക്ഷെ ആ ക്ലെയിം പൊളിഞ്ഞത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിശ്വാസം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ഒരു 80-85 സീറ്റ് വരെയാണ് ഈ സതീശന് ചാൻസ് ഇല്ല. കാരണം ഇത് ആളുകൾ ഒന്നിച്ചു കൊണ്ടു 90-100 സീറ്റായാൽ സതീശന് കൊടുത്തേ പറ്റൂ. നമ്മുടെ തന്നെ ഇന്റർവ്യൂവിൽ ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 90 കഴിഞ്ഞാൽ സതീശനാണ് പിന്നെ അതിൻ്റെ ക്രെഡൻഷ്യൽ. കാരണം ആ ഒരു ഹോപ്പ് കൊടുത്തത് സ്ത്രീകൾക്ക്. അത് നിരവധി വാഗ്ദാനങ്ങൾ. ഇപ്പം ഞാൻ പറയുന്ന എല്ലാ വാഗ്ദാനവും ഒരു രാത്രി കൊണ്ട് നടപ്പാക്കും. ആശാ വർക്കേഴ്സിൻ്റെ എനിക്ക് തോന്നുന്നു ആശാ വർക്കേഴ്സിൻ്റെ കാര്യം നടപ്പാക്കാൻ വലിയ താമസം ഉണ്ടാവില്ല. അത് ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞത് ആദ്യ ക്യാബിനറ്റിലെ ചെയ്യുന്നതാണ്. ആദ്യ ക്യാബിനറ്റ് എന്ന് പറഞ്ഞപ്പോൾ മന്ത്രിമാരെല്ലാം വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് ഉടനെ ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ച ഇല്ലെങ്കിൽ ഒരാഴ്ച. ഞാൻ പറഞ്ഞ അതിന് ചില നടപടിക്രമങ്ങൾ ഉണ്ടാവും, ചെയ്യണം. രണ്ടാമത് ബസ്സിലെ KSRTC-യിലെ യാത്ര. KSRTC-യിലെ യാത്ര അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണം. കാരണം ഇപ്പം തന്നെ KSRTC ഇതൊന്നും അറിയാതെ തുടങ്ങിയിട്ടുണ്ട് പണി. ജെൻഡർ ടിക്കറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജെൻഡർ ടിക്കറ്റിംഗ് അതിൻ്റെ ഭാഗമാണ്. അത് ഏതാണ്ട് കഴിഞ്ഞ് അത് ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് മെയിനായിട്ടുള്ള നൽകിയിട്ടുള്ള വാഗ്ദാനം, ഇൻഷുറൻസ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നതൊന്നും നടപ്പാക്കാൻ പറ്റാത്ത കാര്യമല്ല. പക്ഷെ നടപ്പാക്കേണ്ട വേറെ കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ എത്രയാണ്? ഇപ്പോൾ കർഷകരുടെ വിഷയം, മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ വിഷയം, തീരദേശക്കാർ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ വിഷയം, ഇപ്പോൾ വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട തീരദേശത്തുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, അല്ലാതെ തന്നെ തീരദേശം കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട് അവിടെയാണ് ഞാൻ സതീശൻ്റെ ഒരു വ്യത്യാസം കാണുന്നത്. കാലാവസ്ഥാ മാറ്റം എന്ന വാക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് സതീശൻ മാത്രം. ബാക്കി പിണറായി വിജയൻ ഇതുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. വല്ല പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ നയവത്തിൽ കാലാവസ്ഥാ മാറ്റം കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പൊ മറ്റൊരു നേതാവ്, ഒരു പാർട്ടിയുടെ നേതാവും പറഞ്ഞിട്ടില്ല.
ഞങ്ങൾക്കൊരു പ്രതീക്ഷ വയ്ക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ഇനി കാലാവസ്ഥാ മാറ്റം പരിഗണിക്കാതെ കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ കേരളയിൽ പോലുള്ളൊരു വിഷയം വന്നപ്പോൾ കാലാവസ്ഥാ മാറ്റം അത് ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തം, വെള്ളത്തിന്റെ ഒഴുക്ക്, 2018 ഫ്ലഡ് അടക്കമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത് എത്രത്തോളം ഇംപ്ലിമെന്റബിൾ ആണ് എന്നുള്ളത്. രണ്ടാമതൊരു ഉറപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ശബരിമല പോലെയുള്ള ഒരു കൊള്ള, ആ കൊള്ളയിലെ പ്രതികൾ ആരായാലും അവർ ജയിലിലാവണം, അവർ ശിക്ഷിക്കപ്പെടണം. അതിന് ഇപ്പോൾ SIT ഹൈക്കോടതിയുടെ നേതൃത്വത്തിലാണെന്ന് പറഞ്ഞാലും ഇപ്പൊ SIT കൺഫ്യൂഷനിലാണ്. കാരണം SIT തന്നെ മാറുമോ, SITക്ക് എന്താണ് ഇനി ഇൻസ്ട്രക്ഷൻ കിട്ടാൻ പോണെന്ന് അറിയില്ല. ഭരിക്കുന്ന ഗവൺമെന്റിന്റെ സ്വാധീനം SIT കാണും, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കാണും. ഇനിയിപ്പോൾ അതില്ല. ആ കൊള്ളക്കാരെ മുഴുവൻ, അതുപോലെ ഒരുപാട് അഴിമതികൾ സതീശൻ തന്നെ ഉന്നയിച്ച അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതികളുമായി ബന്ധപ്പെട്ട്, പോലീസ് മർദ്ദനങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട് കേസുകൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇതിലൊക്കെ പ്രധാനമാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി. ഒരു എക്കണോമിസ്റ്റിന്റെ കൃത്യതയോടെ സാമ്പത്തിക സ്ഥിതി സംസാരിക്കാൻ കഴിയുന്ന ആളാണ് സതീശൻ. അദ്ദേഹം എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിനും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഒരു CP ജോണിനെ പോലെ ഉള്ള ആളുകൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായും ഒരു വിഷനുണ്ട്. ഞാൻ സതീശനിൽ കാണുന്ന അതാണ്, ഒരു വിഷനുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കൾ ഭാവിയെക്കുറിച്ച് സംസാരിക്കില്ല. 10 വർഷമോ 20 വർഷമോ മുൻകൂട്ടി കണ്ടൊരു കാര്യം സംസാരിക്കില്ല. സതീശൻ അത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ലോകത്ത് വലിയ തോതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക, അതിവേഗം. നമ്മളൊരു 10 കൊല്ലം കൊണ്ടുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കാൻ പോലും പറ്റില്ല. 10 കൊല്ലം മുമ്പ് പറഞ്ഞ മുദ്രാവാക്യം ഇന്ന് അപ്രസക്താണ്. കാരണം അതൊന്നും ഇന്ന് ആവശ്യമില്ല. അപ്പോൾ ലോകത്തിന്റെ ആവശ്യങ്ങൾ മാറുന്നു, ലോകത്തിന്റെ രീതികൾ മാറുന്നു. ഇവിടുത്തെ ചെറുപ്പക്കാർ നാട് വിട്ടു പോകുന്ന ഒരു ട്രെൻഡുണ്ട്. അത് കുറയ്ക്കാൻ കഴിയൂ നമുക്ക്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ കഴിയും? ഇതിങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സതീശന്റെ ഇതിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ, ഇന്റർവ്യൂകളിൽ, എഴുത്തുകളിലൊക്കെ. അത് ഒരു ലോകത്തെ ഒരു സ്ഥിതി അപ്ഡേറ്റ് ചെയ്ത് ഉണ്ട്, ഒരു മാറ്റമുണ്ട് എന്നറിയുന്ന ഒരാളാണ്. അല്ലാതെ വെറുതെ അവിടെ പോയി ലോക മലയാള സംഗമം നടത്തുക അല്ലെങ്കിൽ ലണ്ടനിൽ പോയി മണിയടിക്കുക ചെയ്യുന്നതല്ല ലോകത്തെക്കുറിച്ചുള്ള അറിവ്. ലോകത്തിന്റെ പുതിയ മാറ്റങ്ങൾ, അതിൽ സതീശൻ്റെ ഒരു അഡ്വാൻറ്റേജ് മറ്റു പല രാഷ്ട്രീയ നേതാക്കളെക്കാൾ ഏറ്റവും പുതിയ പുസ്തകങ്ങൾ, ഏറ്റവും പുതിയ അറിവുകൾ സമ്പാദിക്കുക എന്നത്. പിന്നെ ഒരു ഹാർഡ് വർക്കറാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടേക്കാൾ വേറെ തരത്തിൽ ഹാർഡ് വർക്കിംഗ് ആണ് അദ്ദേഹം. ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എങ്ങനെയാണ്, 10 മിനിറ്റ് അസംബ്ലിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ ഞാൻ ഒരു രാത്രി മുഴുവൻ ഇരിക്കുന്നു, അതിന്റെ പേപ്പറുകൾ മുഴുവൻ, ബാക്കപ്പ് പേപ്പറും എല്ലാം മേടിക്കാം. അപ്പൊ അതൊരു സ്റ്റുഡന്റിന്റെ ഒരു സ്വഭാവമുണ്ട്, അത് നല്ലതാണ്. ഞാൻ പറഞ്ഞ സ്റ്റുഡന്റ് ആയിരിക്കണം ഇപ്പൊ ഏത് രാഷ്ട്രീയ നേതാവും. പുതിയ അറിവുകൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഞാൻ 1967 ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് ഇന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പ്രസക്തമല്ല. അവിടെയാണ് ഇപ്പൊ ഞാൻ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ നല്ല ലീഡർ അല്ല എന്നല്ല, പക്ഷെ ഈ ഒരു വിഷൻ അവരിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് സതീശന് ജനങ്ങളുടെ പിന്തുണ വന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഏറ്റവും കൃത്യമായി കേരളം വലിയൊരു വർഗീയ കുഴിയിലേക്ക് പോവുകയാണ്, വലിയൊരു ദുരന്തത്തിലേക്ക് പോവുകയാണ്. ആ ദുരന്തത്തിൽ നിന്ന് കേരളത്തെ പിടിച്ചു കയറ്റണമെങ്കിൽ കൃത്യമായി സെക്യുലർ ആണെന്ന് സംശയമില്ലാത്തൊരു നേതാവ് കേരളത്തിലുണ്ടാവണം. അല്ലെങ്കിൽ എന്താ, ഇപ്പൊ തന്നെ തുടങ്ങിയില്ലേ, സുകുമാരൻ നായർ, മറ്റവരെ മറിച്ചവര്. സുകുമാരൻ നായരും വെള്ളാപ്പള്ളിക്കും ഈ സതീശനോട് ആരാണെന്ന് പറയാൻ എന്താ അധികാരം? പിണറായി ജീവിതകാലം മുഴുവൻ ഇരിക്കണം എന്ന് പറഞ്ഞ ആളുകളല്ലേ അവര്. എന്താ പ്രശ്നം? ഘടകകക്ഷി മുസ്ലിം ലീഗ് അഭിപ്രായം പറയാൻ പാടില്ല, പുറത്തുനിന്ന് നായർക്ക് അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്താ? മുസ്ലിം ലീഗ് അവരൊന്നിച്ച് മത്സരിച്ചവരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം മുതലേ പറഞ്ഞല്ലോ, ജമാഅത്ത് ഇസ്ലാമി, മുസ്ലിം, ഇസ്ലാമോഫോബിയ ഒക്കെ പറഞ്ഞല്ലോ. എന്നിട്ട് കേരളത്തിൽ എവിടെ വോട്ട് കിട്ടി? മുസ്ലിം ഏരിയയിൽ മാത്രമല്ലല്ലോ, കേരളത്തിന്റെ എല്ലാ മേഖലയിലും UDF വലിയ തോതിൽ വിജയം കിട്ടിയില്ലേ? എന്തിന്? കണ്ണൂരിലെ CPM കേന്ദ്രങ്ങളിൽ പോലും വിജയം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇസ്ലാമോഫോബിയ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയും, അത് പറഞ്ഞ് തടഞ്ഞു നിർത്താൻ കഴിയും. അപ്പോൾ ഇനി വേണ്ടത് ഉറപ്പായും വെള്ളാപ്പള്ളിയെ പോലുള്ളവരുടെ മുഖത്ത് നോക്കി സ്റ്റോപ്പ്, ഇനി വേണ്ട എന്ന് പറയാനുള്ള ധൈര്യമാണ്. സുകുമാരൻ നായരോട് നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, നിങ്ങളിത് ചെയ്ത് ശരിയല്ല, മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസം കൊടുക്കരുത് എന്ന് പറയുക. ഒരു മുഖ്യമന്ത്രിയുടെ ക്രൈറ്റീരിയ, അയാളുടെ അധികാരമാണ് ആരെ മന്ത്രിയാക്കണമെന്നും ആർക്കും മന്ത്രിസ്ഥാനം കൊടുക്കും. അതൊരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അയാളുടെ പാർട്ടി ഉണ്ടാവും, മുന്നണി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതിൽ കയറി വന്നിട്ട് ഇയാള് സുകുമാരൻ നായർ വിദ്യാഭ്യാസം കൊടുക്കരുത്, വ്യവസായം കൊടുക്കാമോ, സാംസ്കാരികം കൊടുക്കാമോ, എന്ത് കൊടുക്കാമെന്ന് ഇയാൾ തീരുമാനിച്ചു? ജലവിതരണം കൊടുക്കാമോ? ഇസ്ലാം തൊട്ടോ ജലം പറ്റില്ലല്ലോ, ഇലക്ട്രിസിറ്റി കൊടുത്തുകൂടെ? കാരണം ഇസ്ലാം ഇലക്ട്രിസിറ്റി പറ്റും. അങ്ങനെ ട്രാൻസ്പോർട്ട്, അയ്യോ ഒട്ടും പറ്റില്ല, ഇസ്ലാം പറ്റില്ല, പിന്നെ ഏതാ ഇസ്ലാം പറ്റുക? അങ്ങനെയാണോ ഒരു സമൂഹത്തിൽ വർഗീയ വിഷം ചീറ്റുക? ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന പ്രതിസന്ധി അതാണ്.
ഈ ഗവൺമെന്റിനെതിരെ വലിയ തോതിൽ ഇസ്ലാമോഫോബിയ പടർത്തും. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന, ഉറപ്പായി നിന്നുകൊണ്ട് ഇങ്ങനെയല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുമാണ് ഞാൻ വോട്ട് ചെയ്തത്. എല്ലാ ജാതിമത വിഭാഗങ്ങളിലും എല്ലാ പാർട്ടികളിലും പെട്ട ആളുകൾ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വികാരം ഉൾക്കൊള്ളണം എന്ന് പറയാൻ ഒരു എന്താ പറയുക ശക്തമായ നിലപാടുള്ള അതാണ് സതീശനുള്ള ഒരു പ്രതീക്ഷ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക്. കാരണം വെള്ളാപ്പള്ളിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വർഗീയവാദികളുടെ മുഖത്ത് നോക്കി നിർത്ത്, സ്റ്റോപ്പ് എന്ന് പറയാൻ കഴിയും. ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് സതീശൻ എന്നാണ് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ സതീശൻ നൽകുന്ന പ്രതീക്ഷ ഫലവത്താവും. അല്ല എങ്കിൽ അത് വലിയ പ്രശ്നമാവും. അത് എന്തായാലും എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്തിന് ഇതിനെതിരായി സംഘർഷം ഉണ്ടാവാം. ഇപ്പൊ അധികാര പടംവലി മാത്രമല്ല, ഇതിലെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ, ഈ താല്പര്യങ്ങളൊക്കെ വരാം. അപ്പൊ വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞാൽ കോൺഗ്രസിൽ എല്ലാവരും അംഗീകരിച്ചോളുന്നില്ല. ഇപ്പോഴും വെള്ളാപ്പള്ളി എന്തോ ദൈവമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്. അതൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞ വെള്ളാപ്പള്ളി അധിക്ഷേപിക്കണമെന്നില്ല, പക്ഷെ വെള്ളാപ്പള്ളി പറയുന്ന നിലപാട് റോങ്, സ്റ്റോപ്പ് എന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടെങ്കിൽ തീർച്ചയായും സതീശന് കേരളത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത് കാലാവസ്ഥയുടെ വിഷയത്തിലാണെങ്കിലും മറ്റേ പാരിസ്ഥിതിക വിഷയങ്ങളിലാണെങ്കിലും സാമ്പത്തിക വിഷയത്തിലാണെങ്കിലും ഈ സാമുദായിക വിഷയങ്ങളിലാണെങ്കിലും കേരളം വലിയൊരു ദുരന്ത മുനമ്പിൽ നിൽക്കുകയാണ്. അതിൽ നിന്ന് രക്ഷിക്കും എന്നൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്.